ഞാൻ ളുഹർ നിസ്കരിക്കാതെ ഒരു പരിപാടിയുമില്ല, അസർ നിസ്കരിക്കാതെ ഒരു പരിപാടിയില്ല, ഇശാ നിസ്കരിക്കാതെ ഒരു പരിപാടിയില്ല, എനിക്ക് മഗ്രിബ് നിസ്കരിക്കാത്ത ഒറ്റ പരിപാടിയില്ല. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന ഒരു അനുയായിയാണ്. എനിക്ക് നബി തങ്ങളെ സ്നേഹിക്കുമ്പോൾ അവിടുത്തെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണല്ലോ അസ്സലാമു അലൈക്കും. നബി തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിച്ചോളൂ. ആ സ്നേഹിക്കാൻ അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമുഹു തഹാബബതും അഫ്സു സലാമ ബൈനക്കും. സലാം പറയാനുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. അപ്പൊ സലാം പറയൽ നബി തങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള നിർബന്ധ കൽപ്പനയാണ് നിസ്കാരത്തിന്റെ സലാം. അത് കൃത്യമായി ഞാൻ നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കും. ആയിക്കോട്ടെ, നടക്കട്ടെ. അസ്സലാമു അലൈക്കും. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് പ്രായാധിക്യത്തിൻ്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ല വേറെന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ മരുന്നുകൊണ്ട് കൗൺസിലിംഗ് കൊണ്ടൊക്കെ നിൽക്കും, അല്ലെങ്കിൽ ഷോക്ക് അടിപ്പിക്കേണ്ടി വരും. കാര്യം ഈ ചെറിയൊരു ഭാഗത്ത് ചെറിയ സെക്കൻഡുകൾ മാത്രമുള്ള ഈ വീഡിയോ ശകലത്തിൽ അയാൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം നിസ്കാരത്തിനെ കുറിച്ചാണ് പറഞ്ഞു വന്നു. അതിനുശേഷം പിന്നീട് നബിസ്നേഹത്തിലേക്കെത്തി. നബിസ്നേഹം പിന്നീട് സലാമിലേക്കെത്തി, പരസ്പര സലാമിലേക്കെത്തി. സലാം അടക്കൽ നിർബന്ധവും സലാം പറയൽ സുന്നത്തും. അതിനുശേഷം ആ സലാമിനെ പിന്നെ എങ്ങോട്ടെത്തിച്ചു? നിർബന്ധ സലാമായ നിസ്കാരത്തിലെ സലാമിലേക്ക് എത്തിച്ചു. പൊന്നാര പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, നിങ്ങൾ നബിസ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ അള്ളാൻ്റെ കോപത്തിന് ഇരയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുക. നിസ്കാരം എന്നുള്ളത് ഇബാദത്താണ്, നബിസ്നേഹത്തിൻ്റെ ഭാഗമല്ല. അതിനുശേഷം പിന്നീട് നബിസ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് സലാം പറയുന്ന കാര്യത്തിലേക്കൊക്കെ വന്നു. പരസ്പര സലാം, അതിലേക്കുള്ളത് വേറൊരു സാധനം വരുന്നുണ്ട്. അത് അന്ന് എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയ ഒരു സാധനമുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ തന്നെ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നതിലെ കാപട്യം കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു സഹോദരനോട് ഉള്ള കടമയാണ് സലാം പറയുക, പരസ്പര സ്നേഹത്തിൻ്റെയും ഭാഗമായിക്കൊണ്ടുള്ള സലാം പറയലേ. ഇതൊക്കെ പറഞ്ഞ് പിന്നീട് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ഫസ്റ്റ് ക്ലിപ്പ് ഒന്നുകൂടി കേൾക്കുക, അല്ലെങ്കിൽ അവസാനത്തിൽ ആ ക്ലിപ്പ് ഒന്നുകൂടി ഇട്ട് തരാം. അതിൽ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് അവസാനം നിർബന്ധ സലാമിലേക്ക് വന്നത്. സലാം പറയല് നിസ്കാരത്തിൽ 2 സലാം പറയലുണ്ട്, 2 അല്ല 3 തവണ നമ്മൾ സലാം പറയുന്നുണ്ട്. അതിൽ ആദ്യം നമ്മൾ പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് അള്ളാഹ് കൽപ്പിച്ചതാണ്, അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ്, അത് ഇബാദത്താണ്. രണ്ടാമതും മൂന്നാമതുമായിക്കൊണ്ട് സലാം വീട്ടുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് 2 സൈഡിലേക്കും നമ്മൾ തിരിഞ്ഞുകൊണ്ട് സലാം വീട്ടുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഇബാദത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ മറ്റുള്ള മനുഷ്യരോടും മലക്കുകളോടുമാണ് ആ സലാം വീട്ടുന്നത്. മൊയ്ലിയരെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും. പിന്നെ ഇത് എടുക്കാൻ കാര്യം, സലാം പറയുക എന്നുള്ളത് പരസ്പര സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒക്കെ ആണ് എന്ന് പറഞ്ഞല്ലോ. അതല്ല എന്നുള്ളത് മൂപ്പര് തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണെന്ന് തന്നെ നമുക്ക് പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്തായാലും അത് വിശദീകരിക്കാം, കേട്ടോക്കെ. അതുകൊണ്ട് തന്നെ മറ്റു മതക്കാരോട് നമുക്ക് വിദ്വേഷവും വൈരാഗ്യമൊന്നുമില്ല. ഇമാമിങ്ങളെ കിതാബിൽ ഒരു ചർച്ചയുണ്ട്. എന്താ ചർച്ച? നമ്മളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ മുസ്ലിം പണ്ഡിതന്മാരോട് വന്ന് പറഞ്ഞു, മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ് ഉസ്താദേ, നിങ്ങളൊന്ന് മഴയെ തേടുന്ന നിസ്കാരം നടത്തി പ്രാർത്ഥിച്ചു തരണമെന്ന് പറഞ്ഞാൽ ആ മുസ്ലിം സഹോദരന്മാർക്ക് മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം. കാരണം അവരും മനുഷ്യരാണ്. അല്ല, അവർ മനുഷ്യരാണോ മറ്റെന്താണോ എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. ബറാഅത്തും മിന ശിർക്കി വാഹിലിഹി, അതിൻ്റെ മലയാളം ഞാൻ പറയുന്നില്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് അതിൻ്റെ അർത്ഥം അറിയുമല്ലോ. ബറാഅത്തും മിന ശിർക്കി വാഹിലിഹി എന്താണ് മൊയ്ലിയരത്? നിങ്ങൾ ഈ ഒരു സാധനം ഏത് ഗ്രന്ഥത്തിലാണ്, ഏത് കിതാബിലാണ് എന്ന് പറയുക. എന്നിട്ട് നിങ്ങൾ പറയാണ്ട് പറഞ്ഞു പോകണേ, ഇവിടെ തൊള്ളപ്പുട്ടടിച്ച് പോകണില്ലേ, അതെവിടെ എഴുതി വെച്ചിട്ടുള്ളത്? ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു മതസൗഹാർദ്ദം തകർക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. എന്നാൽ സ്വന്തം സഹോദരന്മാരോട് തന്നെ വർഗീയത വെച്ച് പുലർത്തുന്ന ഇതുപോലെയുള്ള പിഴച്ച പാതിരിമാരെ അവർ പറഞ്ഞു വെക്കുന്ന എന്താണെന്ന് നിങ്ങൾ കരുതി? കേട്ടോക്കി. എന്നാൽ അവിടെ ഒരു കാര്യം അവർ ഉണർത്തി. ഇതേ പ്രാർത്ഥന നടത്താൻ സുന്നികളല്ലാത്തവർ പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാമോ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ സുന്നികളാണോ? അത് ഏത് ചുന്നിയാണ്? അത് ചുണ്ണാമ്പാണ്.
സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ചർച്ച ചെയ്യാണ്. സുന്നികളല്ലാത്തവർ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊടുക്കാമോ? ഏത് ഇമാമ് അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ഏത് ഇമാമാണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒരു ഇമാമിനെ അഹ്ലുസുന്ന അംഗീകരിക്കണ്ടോ? ഏതെങ്കിലും ഷിയാക്കളുടെ പിത്തലാട്ടമായിട്ട് നടക്കുന്ന ഏതെങ്കിലും വട്ടനും പൊട്ടനല്ല, ആന്തം കുന്തോണ്ടിച്ച പറഞ്ഞുതരും. അവര് പറയുന്നു പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല. സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ചർച്ച ചെയ്യാണ്. സുന്നികളല്ലാത്തവർ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊടുക്കാമോ? അവര് പറയുന്നു പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല. ഇനി ഇതിൻ്റെ ബാക്കി വേറൊരു ക്ലിപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് പറയാം. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത്? സുന്നികൾ ആയവർ സുന്നികൾ അല്ലാത്തവർ അമുസ്ലിങ്ങൾ, ഇതാണല്ലോ ഇപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചത്. അമുസ്ലിങ്ങൾ എന്നതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി, ഇപ്പോൾ സമസ്ത, EK, AP, പിന്നെ അതിലത്തെ പടു ഖുറാഫികളായിട്ടുള്ള മുഴുവൻ ആളുകളും, അത് കഴിഞ്ഞിട്ട് പിന്നെ മുജാഹിദ് വിഭാഗങ്ങൾ, അത് കുറേ ഉണ്ട്, പിന്നെ ജമാഅത്തെ ഇസ്ലാമി അതൊന്നേ ഉള്ളൂ, പിന്നെ തബ്ലീഗ് അത് ഒന്നേ ഉള്ളൂ തോന്നുന്നു, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒക്കെ പാടെ കൂട്ടിയിട്ട് അതൊക്കെ പാടുള്ളിൽ സുന്നി എന്ന് പറയുന്ന ബിദ്അത്ത് മാത്രം കൊണ്ടു നടക്കുന്ന പിഴച്ച വിശ്വാസക്കാർ, അവരെ അടുത്ത് ഏതെങ്കിലും തൗഹീദുള്ള മാലമൗലൂദ് ചൊല്ലരുത്, അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അതുപോലെ നിങ്ങളെ ഈ പിഴച്ച പിത്തലാട്ടങ്ങളും ഇണ്ടാസും ഒക്കെ മാറ്റി വെച്ചോളി എന്ന് പറയുന്ന ആ ആളുകളുണ്ടല്ലോ, ഓലയാണ് സുന്നി അല്ലാത്തവരെന്ന് പറഞ്ഞത്. എൻ്റെ പൊന്നാര മൊയ്ലിയരെ, ഏതെങ്കിലും ഒരു തൗഹീദുള്ള അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും മനുഷ്യൻ നിങ്ങളെപ്പോലെ ഒരു ബിദഈയുടെ അടുത്ത് വന്നിട്ട്, നിങ്ങളെപ്പോലെ ഒരു പുത്തനാശയക്കാരൻ്റെ അടുത്ത് വന്നിട്ട് പിഴച്ച സിദ്ധാന്തവുമായിട്ട് നടക്കണ ഈ തലയെക്കെട്ടിൻ്റെ അടുത്ത് വന്നിട്ട് ദുആ ചെയ്യാൻ പറയുമോ? എന്ത് പൊട്ടപ്പോയത്തൊക്കെ നിങ്ങൾ ഈ പറയണത്? അപ്പോൾ അങ്ങനെ സംഭവിക്കൂല എന്നുള്ളത് അത് മറ്റൊരു കാര്യം. പിന്നെ സുന്നി എന്നത് ഒന്നുകൂടി നിങ്ങൾക്കൊക്കെ ആംബിയർ ഉണ്ടെങ്കിൽ, ധൈര്യം ഉണ്ടെങ്കിൽ വിശദീകരിക്കണം എന്താണ് സുന്നി എന്നുള്ളത്. സുന്നി എന്ന വാക്ക് റസൂലുള്ളാഹിന്റെ കാലത്ത് പ്രയോഗിച്ചിട്ടില്ല. ഫിർഖത്തുൻ നാജിയ മാ അന അലൈഹി അൽയൗമ വഅസ്ഹാബിഹി എന്ന് പറഞ്ഞ സ്വർഗത്തിൻ്റെ അവകാശികളായ ആ 73-1 ഇല്ലാ മില്ലത്തും വാഹിദ, അതിൽ നിങ്ങൾ പെടുന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ പറയണു നിങ്ങളതിൽ പെടൂല എന്നുള്ളത് ഞാനത് തെളിയിച്ചു തരാം. ഇതിനിപ്പോൾ പിന്നെ ഇതാക്കിയെന്നൊന്നും പറയണ്ട. അവരുടെ വാദങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് അവരുടെ പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും അവരുടെ ഇതുപോലെയുള്ള ഈ പിഴച്ച സിദ്ധാന്തങ്ങളും അടിസ്ഥാനമാക്കിയിട്ട് പറയാമെന്നുള്ളതാണ്. ഇനി വേറൊരു ഭാഗത്ത് ഇത് തന്നെ വേറൊരു തരത്തിൽ പറയേണ്ടത്, അതുകൂടി ഒന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. പുത്തൻവാദിയെ ആക്ഷേപിക്കണം. അങ്ങനെ ആക്ഷേപിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ റിയാക്റ്റും വീഡിയോസ് എന്ന ചാനൽ പൂട്ടിപ്പോയിട്ടും വീണ്ടും തുറന്നിക്കുന്നത്. ആരാണ് പുത്തൻവാദി? അത് നമ്മൾ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും താബഈങ്ങളുടെയും താബഈങ്ങളുടെയും ഈ 3 തലമുറ സലഫു സാലിഹീങ്ങൾ, അവരിലില്ലാത്ത എന്തൊക്കെയാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? പുത്തനാശയങ്ങൾ, പുത്തനാചാരങ്ങൾ, പുത്തൻ പിഴച്ച സിദ്ധാന്തങ്ങളുമായിട്ട് നിങ്ങളല്ലേ നടക്കുന്നത്? എനിക്ക് തെളിയിക്കാൻ കഴിയും. പറഞ്ഞോളി. അവരുമായും മാറി നിൽക്കണം. അവരുമായി ബന്ധം വിച്ഛേദിക്കണം. ആരുമായിട്ട്? അത് വിശദീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് അതിൽ വരിക എന്നുള്ളത് മറ്റൊരു കാര്യം പറയും. അതിൽ സലഫു സാലിഹീങ്ങളായ ഇമാമിങ്ങൾക്കും സഹാബികൾക്കും ഒരു തർക്കവും ഇല്ലെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇനി 1000 പണ്ഡിതന്മാർ ആ വിഷയം പറഞ്ഞതുണ്ട് എന്ന് എല്ലാ ആലിമീങ്ങൾക്കും അറിയാമല്ലോ. ഇതൊക്കെ പറയുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം എന്താ അറിയോ സക്കാഫിയെ? ആരാണ് മുബ്തദഈ? ആരാണ് ബിദ്അ? എന്താണ് ബിദ്അത്ത്? എന്താണ് സുന്നത്ത്? എന്താണ് ദീൻ പഠിപ്പിച്ചത്? എന്താണ് വട്ടനും പൊട്ടനും മാലി മൗലൂദിലും പഠിപ്പിച്ചത്? അത് വിശദീകരിക്കണ്ടേ? അല്ലാണ്ട് നിങ്ങൾ മുബ്തദഈ എന്നും പാട്ട് പാടിയിട്ട് ദിക്റുണ്ടായിമാക്കിയിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളെ തന്നെ പറയണത്. അത് എവിടെയാണ്? മൂപ്പര് പറഞ്ഞല്ലേ, അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദില്ല ശിർക വൽ മുശ്രിക്കീൻ. അത് നമ്മളെ തന്നെയാണോ എന്ന് സംശയിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് അതന്നെ ഇതിൻ്റെ അവസ്ഥ. മുബ്തദഈ എന്ന് പറയുന്ന ബിദഅത്തുമായിട്ട് നടക്കണം. ആരാണ് ബിദഅത്ത് ചെയ്യണത്? മാലി മൗലൂദും ബിദഅത്താണ്. അല്ലാത്തവരെ വിളിച്ചു തേറൽ ഷിർക്കാണ്. മറ്റുള്ള കാര്യങ്ങൾ കുറേ ബിദഅത്തായിട്ടും കൊണ്ടു നടക്കണമുണ്ട്. അപ്പോൾ ബിദഅത്ത് ആരാണ് ഏറ്റവും കൊണ്ട് നടക്കുന്നത്? ഇനിയിപ്പോൾ സൽഫി പ്രസ്ഥാനങ്ങളിൽ അവരിൽ ബിദഅത്ത് ചെയ്യണവരുണ്ടോ? അതും നമ്മൾ തുറന്നു പറയും. അത്രേ ഉള്ളൂ. ഖുർആനും സുന്നത്തും അതിൻ്റെ അപ്പുറമല്ല. നിങ്ങളിങ്ങനെ മുബ്തദികളെ
ഓലങ്ങനെ ബന്ധം വിച്ഛേദിക്കാൻ നടക്കുകയാണ്. എന്താ അവസ്ഥ എന്നറിയോ? തല നഹി വാല് മാഫി. എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത്? അതിന് താജുൽ ഉലമ പറഞ്ഞു, മക്കളെ, ആരോഗ്യം പകരൂല, രോഗം പകരും. ആരോഗ്യം ഒരാൾക്ക് പകരൂല, അത് അവരവർക്ക് തന്നെ ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. രോഗം അങ്ങനെയല്ല, രോഗം പകരൂ. ഇതൊരു വലിയ പകർച്ചവ്യാധിയാണ്. ആ പകർച്ചവ്യാധിയുമായുള്ള ബന്ധം ഉണ്ടായാൽ ആ രോഗം പകരാൻ വളരെ സാധ്യതയുണ്ട്. ത്വരീകത്തേരുണ്ടല്ലോ ഇങ്ങനെ പടർന്നും കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പിഴച്ച മാലമൗലൂദുകൾ, ഈ പിഴച്ച അന്ധവിശ്വാസങ്ങൾ, അതേപോലെ ഓൺലൈൻ മജ്ലിസുകൾ, ഇതൊക്കെ രോഗമാണ്, പടർന്നും കൊണ്ടിരിക്കുന്നുണ്ട്. ആ നാട്ടുകോയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരക്കേട് എന്തൊക്കെയാണ്? പകർച്ചവ്യാധിയാണ്. അത് എത്ര ആളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്? സത്യമാണത്. അപ്പം നിങ്ങൾ തന്നെയാണ്, നിങ്ങളെ കൂട്ടത്തിൽ തന്നെയാണ് ആ പിഴച്ച രോഗികളുള്ളത്. അതുകൊണ്ടാണ് സർവ്വ ഇമാമിയങ്ങളും തർക്കമില്ലാതെ അത് പഠിപ്പിച്ചത്. സർവ്വ ഇമാമിയങ്ങളും എന്ത് പഠിപ്പിച്ചു? ഈ ആളുകൾ ഇവരാണ് ഇത്ര മനുഷ്യർക്കൊപ്പം മനുഷ്യർ, നിങ്ങൾ മനുഷ്യർ. അപ്പോൾ എന്താണ് പഠിപ്പിച്ചത്? ഇവിടെ ഈ പറയുന്നത് മുജാഹിദുകളോടത്തോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് സഹകരിക്കരുത്, സലാം പറയരുത്, അവരോടുള്ള ബന്ധം വിച്ഛേദിക്കണം എന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സർവ്വ ഇമാമിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഇമാമിൻ്റെ ഒരു കഷ്ണം, ഒരു പൊട്ട് അല്ലേ, അറിയെങ്കിലല്ലേ ഇനില്ലേ, അത് പറയില്ല എന്ന് മാത്രമല്ല, ആ പറഞ്ഞ കാര്യങ്ങൾ മറ്റൊന്നാണ്. ഈ പറയുന്ന ആളുകളെക്കുറിച്ച് തന്നെയാണ് അത് വരിക എന്നുള്ളത് മറ്റൊരു കാര്യം. തളികാണി. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആവിർഭാവ കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ ആലിമീങ്ങൾ ഒന്നിലധികം ദിവസം ഇരുന്ന് പുസ്തകങ്ങൾ പരിശോധിച്ച്. ഒരു മിനിറ്റ്, ആര് വരക്കൽ മുല്ലക്കോയ തങ്ങളോ? കഥ ചരിത്രം വേണോ? ബ്രിട്ടീഷുകാരെടുത്ത് നടക്കേണ്ട ചരിത്രം. അപ്പോൾ നിങ്ങൾ പറയണത് അഹ്ലു സുന്നനെ ഷിയാക്കൾ കുറ്റം പറയലുണ്ട്, നിങ്ങളിപ്പോൾ ഇവിടെയുള്ള തൗഹീദുള്ള ആളുകളെ കുറ്റം പറഞ്ഞു. രണ്ടൊന്നല്ലേ കാക്കേ, അല്ലേ? പുത്തൻവാദികളുടെ ആശയം ബിദ്അത്താണ് എന്ന് പറഞ്ഞതിന് ശേഷം, പുത്തൻവാദികളുടെ ആശയം ബിദ്അത്താണെന്ന് നിങ്ങൾ പറയണ്ട, അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലം മുതലേ പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് പുത്തൻവാദം? നിങ്ങൾ നടത്തുന്നത് മുഴുവൻ പുത്തൻവാദമാണ്. നിങ്ങൾ നിസ്കരിക്കണ്ടിച്ച് നിസ്കാരം കഴിഞ്ഞാൽ മൊത്തം പുത്തൻവാദമാണ്. നിസ്കരിക്കുന്നതിൻ്റെ മുമ്പേ ബാങ്ക് കൊടുക്കുമ്പോൾ പുത്തൻവാദമുണ്ട്. അതായത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തുടങ്ങേണ്ട ബാങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടല്ലേ മുക്രി മൈക്കമ്മ കൊട്ടുക? എന്നിട്ട് ബാങ്കിൽ മാത്രമാണോ? ഇതേ പരിപാടി ഇഖാമത്തിനുമുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഇത് പറയണത് തെറ്റായൊരു കാര്യമൊന്നുമല്ല, പക്ഷെ അപ്പം പറയല്ലേ, പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കാത്ത കാര്യം തിരികെ കയറ്റാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് കുതൂഹലങ്ങൾ ഉണ്ടാക്കൽ? ഒന്നും വേണ്ട. ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മയ്യത്തിനെ നിങ്ങൾ വെറുതെ വിടുമോ? അതിൻ്റെ 4 ഓറോ ഇരുന്നിട്ട് ഓതി അതിനെ അടങ്ങാറാക്കും. അതിന് ശേഷം അതിനെ മറവി ചെയ്യാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ തൽക്കീനെന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞു കൊടുക്കും. അതിന് ശേഷം എന്നെ മറവി ചെയ്ത് കഴിഞ്ഞിട്ടോ പിന്നെ കണ്ണൂക്ക്, അടിയന്തരം, മൗലൂദ്, മാല, അങ്ങനെ അതിനെ തൊയിരം കെടുത്തും. ഇനി ഒരു കുട്ടി ഉണ്ടായാലോ അവിടെയും തൊന്തരവ്. ഒരു കല്യാണമാണെങ്കിലോ അവിടെയും പഴച്ച കാര്യങ്ങൾ. നിങ്ങൾ പിഴച്ച വിധത്തായ പുത്തനാചാരമായ കാര്യങ്ങൾ എവിടെ മൊയിലേറെ ചെയ്യാത്തത്? എന്നിട്ട് നിങ്ങൾ ആരെ ഈ കുറ്റം പറഞ്ഞത്? ചെറിയറിലില്ലാത്തവനാണ് നിങ്ങൾ ഈ കയ്യും തലയും വാലും ഒന്നുമില്ലാത്ത നിങ്ങൾ ഈ തള്ളിയും കൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല എന്തുണ്ടോ നിങ്ങൾക്ക്? അവരുമായി കൂടിപ്പെരുമാറരുത് എന്ന് ഫത്വ കൊടുക്കുകയും അത് കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും പഠിപ്പിക്കുകയും ചെയ്തു. എവിടെ ഈ കേരളത്തിൽ അതിന് മാത്രം പണ്ഡിതന്മാർ നിങ്ങളപ്പം ഉണ്ടായിരുന്നത്? ഷിയാവിശ്വാസം പേറുന്ന കുറച്ച് ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓലൊക്കെ പണ്ഡിതന്മാരാന്നും പറഞ്ഞിട്ട് പാടി കിടക്കുകയാണ്. നിങ്ങളാ മനുഷ്യർക്കൊപ്പം ഏത് മനുഷ്യർക്കൊപ്പം നിങ്ങൾ? അല്ലോ ഇതുപോലുള്ള ആളുകൾ ഇതിങ്ങനെ പറഞ്ഞ എന്തിനാണെന്നറിയാം? ഐക്യത്തിനെതിരായിക്കൊണ്ട് മുണ്ടിപ്പോകരുത്. മുണ്ടിയ അതുപോലെ കിട്ടും. തുടക്കത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ മുബത്തദീകളെ ആക്ഷേപിക്കണം എന്ന് പറഞ്ഞത്. അത് നിങ്ങളാ പറഞ്ഞത്. ബിദഅത്ത് കാട്ടി നടക്കുന്ന, ബിദഅത്ത് ചെയ്ത് നടക്കുന്ന നിങ്ങളെ ആക്ഷേപിക്കണം എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ആക്ഷേപിച്ചത്. സൈച്ചലി അങ്ങോട്ട്. അസ്സലാമു അലൈക്കും.